അനാവശ്യത്തിനും ഒപ്പം നിൽക്കാൻ കോൺഗ്രസിന് കഴിയില്ല. അനാവശ്യത്തിനും ഒപ്പം നിൽക്കാൻ BJPയെ പോലെ കോൺഗ്രസിന് കഴിയില്ല. ഇപ്പം എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും BJPക്കും കിട്ടിയ ഒരു പ്രത്യേകത, എന്തു ചെയ്താലും അവരുടെ നേതാക്കന്മാർ ഈ ചെയ്തവരെ ന്യായീകരിക്കുകയും സഹായിക്കുകയും ചെയ്യും. കോൺഗ്രസിന് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ട്? കോൺഗ്രസ് ചില നിർദ്ദിഷ്ട മര്യാദകളുടെയും മാനേഴ്സിൻ്റെയും പേരിൽ പ്രവർത്തിക്കാൻ പ്രഖ്യാപിക്കപ്പെട്ട പ്രസ്ഥാനമാണ്. തിരഞ്ഞെടുപ്പിൻ്റെ ആ പടിവാതിക്കൽ എത്താറായപ്പോൾ സുധാകരനെ ഒരു ദിവസം കൊണ്ട് എടുത്തു കളഞ്ഞു എന്ന്. അങ്ങനെ ഒരു നടപടി ഒഴിവാക്കാമായിരുന്നു. ഒബീഡിയൻ്റ് ആയിരിക്കണം, ഡിസിപ്ലിൻഡ് ആയിരിക്കണം, സിസ്റ്റമാറ്റിക് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഏതൊരു പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ. ആ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം ശ്രദ്ധിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും. പക്ഷേ ഇന്ന് നിലമ്പൂരിൽ തന്നെ നിലമ്പൂർ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് PV അൻവറിന് പാർട്ടി വഴങ്ങും എന്നൊരു ധാരണയായിരുന്നു കുറച്ച് മുമ്പ് വരെ. പക്ഷേ ഇപ്പോൾ പ്രതീക്ഷ തരുന്ന ഒരു തീരുമാനമാണ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. അതായത് അൻവറിന് വഴങ്ങില്ല. അത് കോൺഗ്രസിന്റെ ഒരു മാറ്റത്തിന്റെ തുടക്കമല്ലേ? കാരണം ഇത്രയും ശക്തമായിട്ടുള്ള ഒരു തീരുമാനം ഭൂരിപക്ഷത്തോടു കൂടി എടുത്തപ്പോൾ അത് കോൺഗ്രസിന്റെ ഒരു മാറ്റമായി നമുക്ക് കാണാൻ കഴിയില്ല സാർ. അതായത് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യമാണ് ഓർമ്മ വരുന്നത്. തൻ്റെടവും കരുത്തും ദൃഢതയും ഉള്ളവരെ മാത്രമേ സാർവലൗകികമായി ജനങ്ങൾ സ്ഥിരമായി അംഗീകരിക്കൂ. ഈ പട്ടി വേട്ടക്കാരൻ്റെ കൂടെ ചേർന്നതിനെ പറ്റി ഒരു കഥയുണ്ട്. പട്ടി അവനെ കൊണ്ടുപോകുന്നുമില്ല, അവനിങ്ങനെ വിഷമിച്ച് ഒറ്റയ്ക്ക് നടക്കുന്നവരാണ്. അപ്പോൾ ഈ സൃഷ്ടിയുടെയൊക്കെ അതോറിറ്റി ആരാണെന്ന് അവൻ ചോദിച്ചപ്പോൾ വേറെ ഒരു മൃഗം പറഞ്ഞു ബ്രഹ്മാവാണെന്ന് പറഞ്ഞു. അവനെ ബ്രഹ്മാവിനെ കാണാൻ നിനക്കൊന്നും ബ്രഹ്മാവിനെ കാണാൻ ഒക്കത്തില്ല. അപ്പോൾ മൃഗങ്ങളുടെ ഈ രാജാവാണ് ഞങ്ങളെ കാര്യങ്ങൾ പരാതി പറയേണ്ട ആരുടെയാണെന്ന് ചോദിച്ചു. മൃഗരാജാവ് സിംഹമാണ്, അവിടെ പോയി അദ്ദേഹത്തോട് പറയണമെന്ന് പറഞ്ഞു. ഈ പട്ടി അന്തം വിട്ട് ഓടി സിംഹത്തിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ സിംഹം വേട്ടയാടി പിടിച്ച ഒരു മുയലിനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മുയലിൻ്റെ കരൾ മാത്രമേ സിംഹം ഭക്ഷിക്കൂ. അലുവ പോലെ ഇരിക്കുന്ന കരൾ സിംഹം ഭക്ഷിക്കുന്നു. പട്ടി സങ്കടമൊക്കെ പറഞ്ഞ് അവൻ്റെ വാലൊക്കെ താത്തിട്ട് തട്ടുകൊടുത്ത് സങ്കടം പറഞ്ഞപ്പോൾ അവനോട് ഇരിക്കാൻ പറഞ്ഞു. അവൻ ഇരുന്നു. ഇദ്ദേഹം നല്ല മുയലിൻ്റെ മാംസം പട്ടിക്ക് കൊടുത്തു. പട്ടി നന്നായിട്ട് കഴിച്ചു. ഇവരൊരുമിച്ച് അന്ന് വൈകുന്നേരം വരെ യാത്ര. വൈകിട്ട് സിംഹം ഗുഹയിൽ കിടക്കുന്നത് റിവേഴ്സ് ചെയ്താണ്. വണ്ടി റിവേഴ്സ് ചെയ്ത് കയറ്റും പോലെ വാലാദ്യം ഇതിനകത്തോട്ട് കയറ്റി ബാക്ക് കയറ്റി ഇട്ടിട്ട് സിംഹത്തിൻ്റെ തല ആ കവാടത്തിൻ്റെ വെളിയിലോട്ട് വെച്ചാണ് കിടക്കുന്നത്. അതിൻ്റെ വെളിയിൽ കാവക്കാരനായിട്ട് പട്ടിയും കിടന്നു. സ്വപ്പം കഴിഞ്ഞ് അർദ്ധരാത്രി ആയപ്പോൾ ഒരു ശബ്ദം കേട്ടു. പട്ടി അവൻ്റെ സഹജമായ രീതിയിൽ ഒന്ന് കുരച്ചു എന്ന് പറഞ്ഞാൽ അവൻ ഉരച്ചു. ആപത്തെന്തോ വരുന്നു എന്നാണ് ആ കുരയിലിൻ്റെ അർത്ഥം. ഉടൻ തന്നെ സിംഹം കൈയെടുത്ത് തട്ടിയിട്ട് പറഞ്ഞു, മിണ്ടരുത്, ഇതുവഴി വേട്ടക്കാരായ മനുഷ്യർ പട്ടികളുമായിട്ട് പോകും. ഈ ശബ്ദം കേട്ടാൽ അവൻ ഇങ്ങോട്ട് പോയി. ഞാൻ ഈ ദ്വാരത്തിൽ ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് അവൻ എൻ്റെ അണ്ണാക്കിൽ ഈ കുത്തി ഇറക്കും, കുന്തം കുത്തി ഇറക്കും, ഞാൻ ചത്തുപോകും. അതുകൊണ്ട് മിണ്ടിപ്പോരെന്ന് പറഞ്ഞു. അപ്പോൾ ജീവഭയം കൊണ്ട് മൃഗരാജാവായ സിംഹം അടിമയായി അനുയായിയായി കൂടിയ പട്ടിയോട് പറഞ്ഞത് കുരയ്ക്കരുത്, മിണ്ടരുത്, അനങ്ങരുത്, കിടക്കാനാണ്. അപ്പോൾ പട്ടി വിചാരിച്ചില്ല ഇയാൾ ഇത്രയും പേടിച്ചവരാണോ എന്ന് ഓർത്ത് വിളക്കുന്നവരെ അവിടെ കിടന്നു. നേരം വെളുത്ത് വന്നപ്പോൾ സിംഹത്തിനോട് പട്ടി പറയും, ഞാനൊരു ആറ്റി പോയി കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് പട്ടി ഇറങ്ങിപ്പോയി. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. പിറ്റേന്ന് ഓടി ചെന്നപ്പോൾ അതിഗംഭീരനായ ആനയെ കണ്ടു. ആനയുടെ കൂടെ പട്ടി കൂടി. സന്ധ്യ ആയപ്പോൾ ഏതൊക്കെ ഭക്ഷിച്ചു. രണ്ടുപേരും കൂടെ ആന കിടക്കുന്ന ഒരു വലിയ വനത്തിൻ്റെ ചുവട്ടിൽ ആന കിടന്നപ്പോൾ ആന ഉറുമ്പ് കയറി തുമ്പിക്കകത്ത് കയറി വേണം തുമ്പിക്ക എടുത്ത് വാക്കിക്കകത്ത് വെച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു അർദ്ധരാത്രി ആയപ്പോൾ ഒരു ശബ്ദം കേട്ടു, പട്ടി കുരച്ചു. അപ്പോൾ ആന പറയടാ, എനിക്ക് എഴുന്നേക്കണമെങ്കിൽ കുറേ സമയം വേണം. അപ്പോൾ വരുന്നവൻ്റെ കയ്യിൽ വെട്ടുകത്തിയോ കോടാലിയോ പാരയോ കല്ലൊക്കെ ഉണ്ടെങ്കിൽ എറിഞ്ഞവൻ നമ്മളെ കൊല്ലും, വലിയ കൊമ്പവൻ തന്നെ പറിച്ചുകൊണ്ട് പോകും, നീ മര്യാദ കിടക്കാൻ പറഞ്ഞു. അപ്പോൾ പട്ടിക്ക് തോന്നി, ഇയാളും ഭയന്നവനാണല്ലോ. വല്ല വിധവും നേരം വെളുക്കുന്നവരിവിടെ കിടന്നു. രാവിലെ പട്ടി എഴുന്നേറ്റ് തൊഴുതിട്ട് പറഞ്ഞു, ഞാനൊന്ന് റെഡിയായിട്ട് വരാമെന്ന് പറഞ്ഞു. പട്ടി പോയി. അങ്ങനെ പോകുമ്പോഴാണ് പട്ടി വേട്ടക്കാരായ ഒരു സംഘം മനുഷ്യരെ കാണുന്നത്. ആദ്യത്തെ ഒരു ജാഥ വനത്തിൽ കൂടെ പോകും. പട്ടി അതിൽ ജോയിൻ ചെയ്തു. അവരിങ്ങനെ കുറേ എണ്ണത്തിനൊക്കെ വേട്ടയാടി പിടിച്ച് ഒരു സ്ഥലത്ത് നിന്നിട്ട് ചുട്ട് തിന്നു കാണുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് അവർ ചുട്ട ഇറച്ചി കിട്ടുന്ന രുചികരമായ ഇറച്ചി. പട്ടി സംതൃപ്തനായി. വേട്ടക്കാരുടെ ക്യാമ്പിൽ രാത്രി പട്ടി കിടക്കുകയാണ്.
അവർ കുറേ പേര് ഒരു ടെൻറ്റ് പോലെ ഉണ്ടാക്കി അവിടെ ഇങ്ങനെ മറച്ചു വെച്ചിട്ട് കിടക്കുകയാണ്. ഒരുപാട് ആളുകളുണ്ട്. ശബ്ദം കേട്ടു, പട്ടി കുരച്ചു. അപ്പോൾ അതിൽ കിടന്ന ഒരുത്തൻ, ഒരു വേട്ടക്കാരൻ ഉണർന്നു. അയാൾ ഉടനെ പറഞ്ഞു, പിടിച്ചോ 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 എന്ന് പറഞ്ഞു. അപ്പോൾ പട്ടിക്കൊരു പ്രചോദനമായി. ആനയിൽ നിന്ന് കിട്ടാത്ത, മൃഗരാജാവായ സിംഹത്തിൽ നിന്ന് കിട്ടാത്ത ഒരു പ്രചോദനം ഈ മനുഷ്യരിൽ നിന്ന് കിട്ടി, ഈ വേട്ടക്കാരനിൽ നിന്ന് കിട്ടി. അവൻ അന്ന് മുതൽ വേട്ടക്കാരൻ്റെ വിശ്വസ്തനായി ഏതും സഹിക്കാൻ, ഏത് മൃഗത്തെയും കാട്ടിൽ നിന്ന് ഇളക്കാൻ, ഓടിച്ചിട്ട് കടിക്കാൻ തയ്യാറായി ഈ പാവപ്പെട്ട പട്ടി മനുഷ്യൻ്റെ കൂടെ കൂടി. അപ്പോൾ പ്രചോദനം കൊടുക്കുകയും സംരക്ഷണം കൊടുക്കുകയും ചെയ്യുന്നവരോടൊപ്പമേ ജനങ്ങൾക്ക് നിൽക്കാൻ കഴിയൂ. ഇത് രണ്ടും കൊടുക്കാൻ നേതൃത്വത്തിന് കഴിയുന്നില്ലെങ്കിൽ ഓരോരുത്തരും ഇട്ടിട്ട് പോകും. ഇപ്പം എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും BJPക്കും കിട്ടിയ ഒരു പ്രത്യേകത, എന്തു ചെയ്താലും അവർ അവരുടെ നേതാക്കന്മാർ ഈ ചെയ്തവരെ ന്യായീകരിക്കുകയും സഹായിക്കുകയും ചെയ്യും. കോൺഗ്രസ് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ട്? കോൺഗ്രസ് ചില നിർദ്ദിഷ്ട മര്യാദകളുടെയും മാനേഴ്സിൻ്റെയും പേരിൽ പ്രവർത്തിക്കാൻ പ്രഖ്യാപിക്കപ്പെട്ട പ്രസ്ഥാനമാണ്. എന്ത് അനാവശ്യത്തിനും ഒപ്പം നിൽക്കാൻ കോൺഗ്രസിന് കഴിയില്ല. എന്ത് അനാവശ്യത്തിനും ഒപ്പം നിൽക്കാൻ BJPയെ പോലെ കോൺഗ്രസിന് കഴിയില്ല. അഥവാ പ്രതീക്ഷിക്കുന്ന എല്ലാ സംരക്ഷണയും ഏത് തെറ്റും ചെയ്യുന്നവർക്ക് കൊടുക്കാൻ കോൺഗ്രസിന് കഴിയില്ല. അത് കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. അതിൻ്റെ പേരിലുള്ള അസ്വാസ്ഥ്യമാണ് ഇപ്പോൾ പാർട്ടി അനുഭവിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, ആരെയും വകവയ്ക്കേണ്ട എന്ന ഒരു സെൻസ് കോൺഗ്രസ് സമൂഹത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞോ അറിയാതെയോ. അതിൻ്റെ ഫലമായി കോൺഗ്രസിന് സ്വാഭാവികമായ ക്ഷീണം വരും. ഒബീഡിയൻ്റ് ആയിരിക്കണം, ഡിസിപ്ലിൻഡ് ആയിരിക്കണം, സിസ്റ്റമാറ്റിക് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഏതൊരു പ്രസ്ഥാനത്തിലും മുന്നോട്ട് പോകാൻ കഴിയൂ. ആ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം ശ്രദ്ധിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും. ഇപ്പം നേരത്തെ എന്നോട് ചോദിച്ചല്ലോ, തിരഞ്ഞെടുപ്പിൻ്റെ ആ പടിവാതിക്കൽ എത്താറായപ്പോൾ സുധാകരനെ ഒരു ദിവസം കൊണ്ട് എടുത്തു കളഞ്ഞു എന്ന്. അങ്ങനെ ഒരു നടപടി ഒഴിവാക്കാമായിരുന്നു. അവിടെയാണ് പ്രശ്നം. ഒഴിവാക്കിയില്ല എന്ന് വെച്ച് ബാക്കി കോൺഗ്രസ്സുകാർക്ക് വിരിഞ്ഞു പോകാൻ നോക്കൂ. അതാണ് എൻ്റെ പ്രശ്നം. അതെ, അതും എൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചർച്ചയും സംവാദവും ഡിസ്കഷനും ഒക്കെ ഒരു പബ്ലിക് പ്രസ്ഥാനത്തിന് ആവശ്യമാണ്. മുൻപൊക്കെ കോൺഗ്രസിൻ്റെ സമ്മേളനങ്ങൾ നാട്ടുപുറങ്ങളിലും പട്ടണങ്ങളിലും തെരുവുകളിലും ഒക്കെ നടക്കും. മാസം തോറും അല്ലെങ്കിൽ ആഴ്ച തോറും ഒക്കെ വിശദീകരണ യോഗം നടക്കും. കഴിഞ്ഞ 15 കൊല്ലമായി അഥവാ 10 കൊല്ലമായി കേരളത്തിൽ ഈ പാർട്ടിയുടെ ഒരു വിശദീകരണ യോഗവും ആർക്കും കാണാൻ ഒക്കത്തില്ല. കോൺഗ്രസ് വിശദീകരണ യോഗം എന്നൊരു സംഗതി തന്നെ ഇപ്പോൾ ഇല്ല, അസ്തമിച്ചു പോയി. അതാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം. അനുദിന കാര്യങ്ങൾ സാമാന്യ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒരു പരിശ്രമവും നടക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നല്ല ചട്ടയൊക്കെ തച്ചിട്ട് തേച്ച് സാമാന്യം കൊള്ളാവുന്ന ഒരു കാർ ആർക്കുള്ളതായാലും മതി, അതിനകത്ത് കയറി ഒന്ന് കറങ്ങി നല്ല 2 നിലവാരമുള്ള ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നേതാവിനെ കൊണ്ടുവിടേണ്ടടുത്ത് കൊണ്ടുവിട്ട് തിരിച്ച് വീട്ടിൽ എത്തിയാൽ ഇത് ചെയ്യുന്ന ആളിൻ്റെ പദവി വിറ്റേന്ന് പാർട്ടിയിൽ ഹിമാലയത്തിൻ്റെ മുകളിലേക്ക് ഉയരുകയാണ്. ഇത് ചെയ്യാൻ കഴിയാതെ നാട്ടിൽ കിടന്ന് പുല്ല് പറിക്കുന്നവൻ അവൻ പറിച്ചെറിയപ്പെടുകയും അപമാനിതരായി മാറുകയും ചെയ്യുകയാണ്. ഇത് സാമാന്യ പ്രവർത്തകരുടെ മനസ്സിൽ ഇടുത്തി കോരിയിടുന്ന സംഭവമാണ്. ഇത് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല, ഇപ്പോൾ അനലൈസ് ചെയ്യുന്നില്ല. കോൺഗ്രസ് സംഘടനാ മര്യാദകൾ പുനഃസ്ഥാപിച്ച് ക്ഷിപ്രകോപമില്ലാത്ത നേതാക്കന്മാരുടെ നിയന്ത്രണത്തിൽ അണികളെ ചിട്ടപ്പെടുത്തി ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാത്തവരെ ചുമക്കുന്ന ചുമട് താങ്ങിയല്ല കോൺഗ്രസ് എന്ന് വഴി പോലെ അവരെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോയാൽ കാര്യങ്ങൾക്ക് മാറ്റം വരും. പിന്നെ എനിക്ക് നിങ്ങളുടെ ചോദ്യത്തോട് ബന്ധപ്പെട്ടല്ല, എനിക്ക് തോന്നിയ ആനുഷംഗികമൊരു കാര്യമാണ്. ഇവിടെ ബാഫക്കി തങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലം, ഞാൻ അദ്ദേഹത്തോട് നല്ല അടുപ്പം ഉണ്ടായിരുന്ന ആളാണ്, എൻ്റെ പ്രായമനുസരിച്ചുള്ള അടുപ്പം. അതുപോലെ CH മുഹമ്മദ് കോയ, ഡോക്ടർ മുനീർ അവരുടെ പിതാവ്, ബഹുമാനായ പിതാവ്, അദ്ദേഹം നയകോപിതനായ ഒരു അപാര പാണ്ഡിത്യത്തോടെ സംസാരിക്കാൻ കഴിയുന്ന നർമ്മജ്ഞനായ ഒരു മർമ്മജ്ഞനായിരുന്നു. അതുപോലെയുള്ള ലീഗിന് ഇത് കുറേ ചെയ്യാൻ
ബഹുമാനായ കുഞ്ഞാലിക്കുട്ടിക്ക് സാധിക്കും. കുഞ്ഞാലിക്കുട്ടി ഒരു 80% കൂടെ ഇമ്പ്രൂവ് ചെയ്താൽ, അദ്ദേഹം വളരെ മുതിർന്ന നേതാവാണ്, ഞാൻ വളരെ ബഹുമാനിക്കുന്നയാളാണ്, അദ്ദേഹം വളരെ ജനങ്ങളോട് ആഭിമുഖ്യമുള്ള ആളാണ്. പക്ഷേ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഇമ്പ്രൂവ്മെൻറ്റ് സാധ്യമാകണമെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയെപ്പോലെയുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ 25 കൊല്ലത്തിന് മുമ്പുള്ള ആ സ്ട്രെങ്ത് അലർട്ട് ചെയ്യണം. അതിപ്പോഴും അദ്ദേഹത്തിന് ഉള്ളയാളാണ്. UDF പലരും മൗനികളാണിപ്പോൾ. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയാണ്. അല്ല മൗനികളാണിപ്പോൾ. ആ മൗനം വെടിയണം. പിന്നെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കരുത്തും കർമ്മശേഷിയും വിനിയോഗിച്ചിട്ടുള്ള പലരെയും മുറുക്കി തുപ്പുന്ന ലാഘവത്തോടെ ആട്ടി അകറ്റുന്ന ഒരു സമ്പ്രദായവും കോൺഗ്രസ്സിൽ വളരുന്നുണ്ട്. അത് അതിനേക്കാൾ വലിയ അപകടം ചെയ്യും. ദൂരവ്യാപകമായ പ്രത്യാഘാതവും ഉണ്ടാകും. തൻ പ്രമാണിത്വത്തിൻ്റെ മൂച്ചും മുറയും പലയിടത്തും കുറയണം. ആന്ധ്രയിൽ ഒരു കാലത്ത് കോൺഗ്രസ് അതിശക്തമായ ഒരു പ്രസ്ഥാനമായിരുന്നു. ആന്ധ്ര വിഭജിക്കുന്നതിനൊക്കെ മുമ്പ് ചെന്നറെഡ്ഡിയെ മര്യാദ പഠിപ്പിക്കാൻ ഡൽഹിയിൽ നിന്ന് ചില ആളുകൾ ഒരുങ്ങി. ഇപ്പോൾ ആന്ധ്രയിൽ കോൺഗ്രസ് വിതച്ചതിൻ്റെ അത്രയും വിത്ത് തിരിച്ചു കിട്ടിയേക്കാം. പക്ഷേ കഷ്ടമായിപ്പോയി. ആന്ധ്ര വിഭജിച്ചു, കാര്യങ്ങൾ താറുമാറായി. തമിഴ്നാടിൻ്റെ സ്ഥിതി ആലോചിച്ച് നോക്കൂ. കാമരാജ് നാടാർ ഉള്ളപ്പോൾ തന്നെ അവിടെ വരണ്ടു തുടങ്ങി. കോൺഗ്രസിനെതിരെ അന്തരീക്ഷം വരണ്ടു തുടങ്ങി, അല്ലേ? പിന്നെ അവിടെ മുളച്ചിട്ടില്ല. എന്തായിരുന്നു തമിഴ്നാടിൻ്റെ ഒരു കാലത്തെ സ്ഥിതി, കോൺഗ്രസിൻ്റെ അവസ്ഥ? ഇതൊക്കെ പുനഃസ്ഥാപിക്കണമെങ്കിൽ ക്ഷമ, സാവകാശബോധം, നിയന്ത്രണ ബുദ്ധി, അച്ചടക്കം, നേതൃത്വത്തെ മാനിച്ചുകൊണ്ട് മുന്നേറാനുള്ള ഒരു മനസ്സ്, നേതൃത്വം അണികളെ കരുതലോടെ കാണും എന്നൊരു ഉറപ്പ്, ഇതൊക്കെ പരസ്പരം ട്രാൻസാക്ട് ചെയ്യണം. അത് രണ്ടു കൂട്ടരും വിചാരിച്ചേ പറ്റൂ. അത്രയേ ഉള്ളൂ. അതെ, നേതാവും വിചാരിക്കണം, അണികളും. അണികൾക്ക് പൊതുവേ നമ്മളിപ്പോൾ സമൂഹത്തിലോട്ട് ഇറങ്ങി ചെന്ന് സംസാരിക്കുമ്പോൾ നമുക്കറിയാം, അണികൾക്ക് സ്വാഭാവികമായിട്ടും നിരാശയാണ്. ഇന്നത്തെ നേതൃത്വത്തിനോട് നിരാശയാണ്. കാരണം ഫലപ്രദമായി അവർക്ക് സർക്കാരിനെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയുന്നില്ല. ഈ സർക്കാരിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ച പോലീസുകാരെ പോലും, അല്ലെങ്കിൽ അതിനെ നിയമപരമായി നേരിടാൻ പോലും അവർക്ക് കഴിയുന്നില്ല എന്നൊരു ചിന്ത യുവജനങ്ങൾക്കുണ്ട്. അതെ, അത് കറക്റ്റാണ്. പ്രവർത്തകർ ഒരർത്ഥത്തിൽ നിരാശരാണ്. നിരാശനെന്ന് പറഞ്ഞാൽ മോഹഭംഗം എന്ന അർത്ഥത്തിൽ എടുക്കാനുള്ള നിരാശയല്ല. ഞങ്ങൾ പരിഗണിക്കപ്പെടുന്നില്ല എന്നൊരു തോന്നൽ, അല്ലേ? അതെ, ഞങ്ങളെ കൂടി കൗണ്ട് ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ. അല്ല, അത് മാത്രമല്ല, അവരുടെ ഒരു ലക്ഷ്യം, കോൺഗ്രസിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർ മറ്റ് രാഷ്ട്രീയ പാർട്ടി, BJP അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊരു താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ മാന്യമായി ഒരു ശാന്ത സ്വാഭാവികളായ ആൾക്കാരാണ്. നമ്മൾ സമൂഹത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന അങ്ങനെയാണ്. പക്ഷെ അവർ പോലും അവർക്കൊരു നിരാശയാണ്. കാരണം ഈ ഒരു പോക്കാണെങ്കിൽ അടുത്തൊരു 3ാം ഭരണം കൂടി പിണറായി വിജയന് കിട്ടിയാൽ കോൺഗ്രസ് ഇവിടെ തകർന്ന് തരിപ്പണമാകും. അങ്ങനെ ഒരു നിരാശ അവരെ ബാധിക്കുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഈ പ്രവർത്തിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് വലിയും. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം കേരളത്തിലില്ല. അത് ഈ പറഞ്ഞ പോലെ കറക്റ്റായ ഒരു അറ്റംപ്റ്റാണ്. പക്ഷെ അതിൻ്റെ ഒറ്റവാക്കുത്തരം പറയാൻ ബുദ്ധിമുട്ടാണ് സാങ്കേതികമായി. ഇപ്പം തന്നെ ഉദാഹരണം, പാർലമെൻറ്റ് സീറ്റുകൾ 20ഉം 25ഉം വർഷമായി ഒരാൾ തന്നെ ഒരിടത്തങ്ങ് മത്സരിക്കുകയാണ്. അതെ, രാജാ പാർട്ടി കെട്ടി അവരങ്ങ് ആടുകയാണ്. പാർട്ടി വേണമെങ്കിൽ ചെന്ന് ജയിപ്പിച്ചോളണം എന്ന നിലയിൽ. ആ അലോരസം, ആ അലോസരം പാർട്ടി പ്രവർത്തകരിലുണ്ട്. അതൊക്കെ ഡിബേറ്റുകളുടെ കുറവ് കൊണ്ടാണ് ഇത് വികസിക്കുന്നത്. പാർട്ടിയുടെ താഴെത്തട്ടിലുള്ളവരെ കേൾക്കാൻ നേതാവ് ശ്രമിക്കുന്നില്ല എന്ന പരാതിയിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത്. അതുകൊണ്ട് ആ സെറ്റപ്പിൻ്റെ സ്റ്റൈൽ മാറണം എന്ന് പ്രവർത്തകൻ ആഗ്രഹിക്കുന്നു എന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട് പലപ്പോഴും. അതെ.
പക്ഷെ എന്നെപ്പോലെയുള്ള ഒരാൾ നല്ലല്ലോ ബോധ്യമാകേണ്ടത്. അതെ 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 ബോധ്യമാകേണ്ടത് ടു ദി ടോപ്സ് ആണ്. അതാണ് അതിൻ്റെ കാര്യം. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും കോൺഗ്രസ് തകരാൻ ഈ രാജ്യത്തെ സാമാന്യ ജനങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ടാണ് കെട്ടറ്റ് താഴെ പോയിട്ടും കോൺഗ്രസ് പിടിച്ചു കയറി വരുന്നത്. ഇനി ഒരു തുടർ ഭരണം കിട്ടാതിരുന്നാൽ, അതായത് ഇനി ഒരു തുടർ ഭരണം പിണറായി വിജയൻ ഉണ്ടാകാതിരുന്നാൽ, അതല്ല UDF ആണ് അടുത്ത തവണ അധികാരത്തിൽ വരുന്നതെങ്കിൽ, അത് നേതാക്കളുടെ നേതൃപാടവം കൊണ്ടോ പ്രവർത്തന മികവ് കൊണ്ടോ അല്ല, മറിച്ച് ഭരണവിരുദ്ധ വികാരം കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അങ്ങ് നിഷേധിക്കുമോ? ഞാനൊരു പ്രവർത്തകനാണ്. ഞാൻ സ്വീകരിച്ചത് കൊണ്ടും നിഷേധിച്ചത് കൊണ്ടും ഒരു മാറ്റവും രാജ്യത്ത് വരുന്നില്ല. മനസ്സിലായില്ലേ? വായു ഭഗവാൻ തീരുമാനിച്ചാൽ അന്തരീക്ഷത്തിൻ്റെ വായു സപ്രസ് ചെയ്യും. അഗ്നിഭഗവാൻ തീരുമാനിച്ചാൽ എല്ലാം കത്തിപ്പോവുകയും ചെയ്യും. അതാണല്ലോ പഴയ നമ്മുടെ സങ്കല്പം. എന്നെപ്പോലെയുള്ളവരല്ല ഇതിൽ തീരുമാനമെടുക്കേണ്ടതും ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടതും. ദി ടോപ്പ് ലീഡേഴ്സാണ്. അവർക്ക് അവരുടെ മനോഭാവത്തിലും രീതിയിലും ചെറിയ മാറ്റങ്ങൾ കണ്ടാൽ, നമ്മൾ പണ്ട് പറയേണ്ട ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യന്. മലയാളത്തിൽ അങ്ങനെ വിശ്വലുണ്ട്. ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യന്. നേതൃത്വം പ്രവർത്തകന്റെ മനസ്സറിഞ്ഞ് മുന്നോട്ട് പോകാൻ തയ്യാറായാൽ, ഇപ്പം ഞാൻ പറയട്ടെ, ലീഡർ ഉണ്ടായിരുന്നപ്പോൾ അന്ന് അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമുള്ള 2 നേതാക്കന്മാരെയാണ് നമ്മളിവിടെ കണ്ടത്. ശ്രീ AK ആൻ്റണി അവർകളും ശ്രീ ലീഡർ K കരുണാകരൻ അവർകളും തമ്മിൽ പല കാര്യങ്ങളിലും ന്യായമായ ജനാധിപത്യ സഹജമായ ഭിന്നതകൾ ഉണ്ടായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ അവരൊന്നാണ്. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നയിക്കുന്ന മുന്നണി ജയിച്ചേ തീരുവെന്ന് 2 പേരും ഒന്നുപോലെയാണ് തീരുമാനിക്കുന്നത്. പിന്നെ 2 പേരും കൈകോർക്കുന്നത് ഒരു വിജയം കൊയ്തെടുക്കാനാണ്. ആ വിജയം അവർ കൊയ്തെടുക്കുകയും ചെയ്തു, ഇല്ലേ? അതെ. ശ്രീ K കരുണാകരൻ ലീഡർ 4 പ്രാവശ്യം മുഖ്യമന്ത്രിയായി. ശ്രീ AK ആൻ്റണിയും 4 പ്രാവശ്യം മുഖ്യമന്ത്രിയായി. ഇനി അങ്ങനെ ഒരു യുഗം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ? ഈ ഒരു സാഹചര്യത്തിൽ സാധ്യമല്ല എന്ന് പറയേണ്ടി വരും. പക്ഷെ സാധിക്കും. പരിശ്രമം ചെയ്യുവാൻ എന്തിനേയും വശത്തിലാക്കാൻ കഴിയുമെന്നാണ് സത്യം. കോൺഗ്രസ് പ്രവർത്തകന്റെയും ലീഡേഴ്സിൻ്റെയും മനസ്സ് ഒരുമിക്കണം. വിട്ടുവീഴ്ചയില്ലാതെ എ റിലൻറ്റ്ലെസ് യൂണിറ്റി, വിട്ടുവീഴ്ചയില്ലാത്ത ഐക്യം പ്രവർത്തകരും പ്രവർത്തകരും നേതാക്കളും തമ്മിൽ ഉണ്ടാകണം. അതിന് നല്ല പണിയെടുക്കേണ്ടി വരും. ഇത് എന്താണ് നടക്കുന്നത്? ചാനലിൽ കൂടെ നേതാക്കന്മാർ സംസാരിക്കുന്നു, അനുയായികൾ ഫേസ്ബുക്ക് വഴിയും മറ്റു മാർഗങ്ങൾ വഴിയും സംസാരിക്കുന്നു. ഇതൊക്കെ അനുവദിച്ചുകൊണ്ട് ഒരു പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. VM സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും പോലെയുള്ള പല നേതാക്കളും ഇന്ന് മുൻനിരയിലേക്ക് വരാതെ അവർ പിന്തള്ളപ്പെട്ട അവസ്ഥയിലാണ്. അതെന്ത് കാരണത്താലും അതും ജനങ്ങളെ നിരാശരാക്കുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ സെറ്റപ്പ് ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് ആന്ധ്രയിലെ വീരാതിവീരനായ ചെന്നറെഡ്ഡിയെ കാലത്തും വൈകിട്ടും നിയന്ത്രിച്ചു. തമിഴ്നാട്ടിലെ കാമരാജ നാടാരെ പിടിക്കാൻ വേണ്ടി ചൂണ്ട എറിഞ്ഞു തുടങ്ങി. ഇതൊക്കെ വന്നപ്പോൾ വളർന്നു വന്ന ചില അസ്വാസ്ഥ്യങ്ങളുണ്ട്, അതിന്നും ഉണ്ട്. ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെയോ ശ്രീ VM സുധീരൻ്റെയോ ഞാൻ എല്ലാവരുടെയും പേര് പറയണ്ട, എത്രയെത്ര ശേഷി കോൺഗ്രസിന് വേണ്ടി സമർപ്പിച്ച ആളുകളാണ്. ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ K മുരളീധരൻ. അതിനിടയ്ക്ക് ഒരു രാഷ്ട്രീയ തീരുമാനത്തെ അനുസരിക്കേണ്ടി വന്നു. അല്ല, പുള്ളി വരെ മറ്റു കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതിവിടെ ആ തീരുമാനത്തിൻ്റെ പിന്നാലെ മാർക്സിസ്റ്റ് പാർട്ടിയോട് സന്ധി ചെയ്തവരുണ്ടല്ലോ. അവർ വിട്ടു വന്നപ്പോൾ അവർക്ക് അയിത്തം ഉണ്ടായില്ലല്ലോ. അപ്പോൾ മുരളീധരന് മാത്രം ഒരു അയിത്തം ഉണ്ടാകുന്നത്, വളരെ പ്രാഗൽഭ്യം തെളിയിച്ച രമേശ് ചെന്നിത്തലയ്ക്ക് അയിത്തം ഉണ്ടാകുന്നത്,
വലിയ കിടമത്സരങ്ങൾക്കൊന്നും പോകാത്ത മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ അയിത്തമുണ്ടാകുന്നത്, മദ്യനയത്തിൽ നടപടി സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ VM സുധീരൻ്റെ പേരിൽ അയിത്തമുണ്ടാകുന്നതൊക്കെ കേരളത്തിൽ ആ ചടുലമായ മുന്നേറ്റത്തെ ചെറിയ തോതിലെങ്കിലും സ്പർശിക്കും. ഇവരെ എല്ലാം യോജിപ്പിച്ച് നിർത്തി മുന്നോട്ട് പോകാൻ സാധിക്കുമ്പോൾ എല്ലാ ക്ഷീണവും തീർന്ന് കോൺഗ്രസ് അധികാരത്തിൻ്റെ ഉയരങ്ങളിലെത്തും. പക്ഷെ അങ്ങനെ വരുമ്പോഴും കോൺഗ്രസിന്റെ പൂർണ്ണ നിയന്ത്രണം ഒരു നേതാവിലേക്ക് മാത്രമായി ചുരുങ്ങിയെന്ന് പരസ്യമായും രഹസ്യമായും പരോക്ഷമായും പ്രത്യക്ഷമായും ആരോപണമുണ്ട്. അത് ഞാൻ പറയാതെ തന്നെ അങ്ങേക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ആ നേതാവിനെ കുറിച്ച് എന്താണ് അങ്ങേക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇത് ഒരു ചോദ്യമാണ്, പത്രമാധ്യമങ്ങൾക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം. പക്ഷെ ഇതിൻ്റെ ഉത്തരം പറയാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അല്ല, ഒരു സാഹചര്യമല്ല. ഒരു അച്ചടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകനാണ് ഞാൻ. എന്നെ കൊണ്ട് അതിന് ഉത്തരം പറയിപ്പിക്കാമോ? ഇല്ല, പറഞ്ഞല്ലോ. മദ്യപിക്കാത്തവരെ വിളിച്ചുള്ളാസ് അടിച്ചിട്ട് പോകുന്ന പ്രായമുള്ളോ? അപ്പൊ എന്തായാലും കേൾക്കുന്നവർക്ക് എന്തായാലും മനസ്സിലായി കാണുമല്ലോ സാർ. കേൾവിക്കാർക്ക് മനസ്സിലായി കാണുമല്ലോ. അതെ അതെ അല്ലേ? അതെ. അപ്പൊ നമുക്ക് അവിടെ വിടാം. നമുക്ക് നിങ്ങളുടെ എല്ലാം അനുഗ്രഹം, പിൻബലം, സ്നേഹം, ഉറച്ച സഹകരണം, ഇതൊക്കെ കോൺഗ്രസിന് ഇന്നും ആവശ്യമാണ് എല്ലാ കാലത്തും. നിങ്ങൾ ചെറിയ കാര്യങ്ങളല്ല ചെയ്യുന്നത്. ഇപ്പോൾ ഈ ചാനൽ വളരെയേറെ ആളുകൾ കാണുമല്ലോ, അവർ വഴി ഒട്ടേറെ ആളുകൾ അറിയുമല്ലോ. ആ ഒരു സമൂഹം ചെറുതല്ല. അപ്പോൾ ഈ രോഗം പരത്തുന്നത് ആനയല്ല, അണുക്കളാണ്. അതെ, രോഗം ശമിപ്പിക്കുന്നതും അണുക്കളാണ്. വീട്ടിൽ ആന ഉള്ളതുകൊണ്ട് രോഗം വരാതിരിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് സാധാരണ മനുഷ്യരെ കയ്യിലെടുക്കാനും കൂടെ നിർത്താനും കഴിയുന്ന ഒരു സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യണം. അതെ, അവിടെ അതാണ് വേണ്ടത്. അതാണ് വേണ്ടത്. അതിനുവേണ്ടി കോൺഗ്രസ് നേതൃത്വം വഴിയൊരുക്കുകയാണ് നല്ലത്. പിന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ആൾ ജവഹർലാൽ നെഹ്റു ക്ഷിപ്രകോപിയായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ അടുത്ത ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, മുതിർന്ന ആളുകൾ. പക്ഷേ ആ നിമിഷം തന്നെ അദ്ദേഹം ശാന്തനായി അത് അദ്ദേഹം തന്നെ പരിഹരിച്ച് കെട്ടിപ്പിടിച്ച് അതങ്ങ് തീർക്കുന്നു. അതൊരു ദുഷ്ടന്റെ ലക്ഷണമല്ല, നന്മയുടെ ലക്ഷണമാണ്. ഈ ജന്നലിൻ്റെ കമ്പി നമ്മളൊന്ന് നഖം കൊണ്ട് തട്ടിയാൽ സംഗീതം പുറപ്പെടുവിക്കില്ല. എന്നാൽ വളരെ മൃദുവായ വീണക്കമ്പിയിൽ നമ്മളൊന്ന് നഖം കൊണ്ട് വിരലൊന്ന് മുട്ടിയാൽ പൊട്ടിത്തെറിക്കാൻ മണിവീണക്കമ്പികൾക്ക് സാധിക്കും. അതിൻ്റെ രാഗം സംഗീതമാണ്. ആ മനസ്സ് ഉള്ളവർക്ക് അതാകും. പക്ഷെ എല്ലാവരും കയറി ക്ഷോഭിക്കാൻ തീരുമാനിച്ചാൽ കാര്യങ്ങൾ വളരെ വഷളാവില്ലേ? തീർച്ചയായിട്ടും. VK കൃഷ്ണമേനോൻ ഇംഗ്ലണ്ടിൽ നിന്ന് ജവഹർലാൽജിയുടെ റിക്വസ്റ്റ് അനുസരിച്ച് വന്ന് ഇന്ത്യയുടെ വകുപ്പില്ലാ മന്ത്രിയായി ഇന്ത്യക്ക് ഒരുപാട് കാര്യം ചെയ്യുന്ന UN-ലെ പ്രസംഗവും പ്രതിരോധവും എല്ലാം അദ്ദേഹം അങ്ങ് ഏറ്റെടുത്തു. പക്ഷേ ഡൽഹി, ബോംബെ, മഹാരാഷ്ട്ര പ്രദേശങ്ങളിലെ കുറച്ച് വലിയ നേതാക്കന്മാർക്ക് അത് മനസ്സുകൊണ്ട് ഇഷ്ടമായില്ല. ഈ ഗസ്റ്റ് ആർട്ടിസ്റ്റിനെ ഇവിടെ കൊണ്ടിറക്കിയാൽ ഞങ്ങൾക്ക് ജോലി കൂടും എന്നാണ് അവരെടുത്തത്. അവർ കൃഷ്ണമേനോനെ പണിയാൻ തീരുമാനിച്ചു. പക്ഷെ ജവഹർലാൽ നെഹ്റു ആ പ്രശ്നം നേരിട്ടത് ചാട്ടമാറുമായിട്ടല്ല. അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന പല ആളുകളെയും പ്ലാനിംഗ് കമ്മീഷനിലെ വലിയ വേക്കൻസികളിൽ അവരെ അങ്ങ് സ്ഥാപിക്കുകയാണ്. ഒഴിവ് വന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാരായി അവരെ അങ്ങ് നിയോഗിക്കുകയാണ്. അപ്പോൾ ആ അധ്യായം അങ്ങ് അടഞ്ഞു. അപ്പോൾ രാജനയങ്ങൾ നിരൂപിച്ചു കാണിക്കലോ വ്യാജേന കൊല്ലാം അരികള നിർണയം. ആ തന്ത്രം കൂടി ജവഹർലാൽ നെഹ്റുവിന് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതല്ല. ഇഷ്ടപ്പെട്ടിട്ടെന്ന് തോന്നിയാൽ അവനെ ഭയം ഇവിടെ വരുത്തി മസ്തകം ഭേദിച്ചു കൊല്ലുക തന്നെ തൽക്ഷണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അത് പാടില്ല. കോൺഗ്രസ്സിന് അതിൻ്റെ ഒരു നയസമീപനമുണ്ട്. ശാന്തം, സൗമ്യം, സർവാംഗീണം, അങ്ങനെ. അതൊക്കെ കോൺഗ്രസ് മറന്നുകൂടാ. ആരെങ്കിലും മറന്നു എന്നല്ല ഞാൻ പറഞ്ഞത്, മറന്നുകൂടാ. തീർച്ചയായിട്ടും. കെ കരുണാകരനെ വല്ലാതെ വിഷമിപ്പിച്ച ചില ഘട്ടങ്ങളുണ്ട്, പൊറുതിമുട്ടിച്ച സന്ദർഭങ്ങളുണ്ട്.
അദ്ദേഹത്തെ അങ്ങനെ ചെയ്താൽ സഹിക്കാത്ത ഒരു ജനത ഇന്ത്യയിൽ പലയിടത്തുമുണ്ട്, കേരളത്തിൽ പ്രത്യേകിച്ചുമുണ്ട്. അവരെയൊക്കെ അധികാരവും സ്ഥാനമാനങ്ങളും കയ്യിലുള്ളത് കൊണ്ട് നിസ്സാരമായി അവഗണിക്കാൻ തീരുമാനിച്ചാൽ അതിന് ചില പ്രത്യാഘാതങ്ങൾ വരും. ശാന്തമായ സൗമ്യമായ പ്രത്യാഘാതം, അത് ഭീകരരൂപിയായി മാറും അതിന് സാധിക്കുന്ന അവസരങ്ങളിൽ. അതൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതൊക്കെ കൊണ്ടു നടക്കാൻ കഴിയുന്നവർ നല്ല മനസ്സോടെ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ ഈ പ്രശ്നങ്ങൾ അവസാനിക്കും. അവസാനിച്ചാൽ മാത്രമേ കോൺഗ്രസിന്റെ ഒരു യുഗം പിറക്കൂ. ലീഡറുമായിട്ടുള്ള അങ്ങയുടെ അടുപ്പം അത് വളരെ പ്രസിദ്ധമാണ്. ലീഡറുമായിട്ട് അങ്ങ് വളരെ ഇടപഴകി ജീവിച്ച, ലീഡറോടൊപ്പം പാർട്ടി വിടുകയും തിരിച്ച് കോൺഗ്രസിലേക്ക് മടങ്ങി വരികയും ചെയ്ത വ്യക്തിയാണ് അങ്ങ്. കരുണാകരൻ, കെ കരുണാകരൻ, ലീഡർ കെ കരുണാകരൻ അനുയായികളെ ഒപ്പം നിർത്തിയ നേതാക്കളിൽ ഒരാളാണ്, അഥവാ മുമ്പനാണ്. ആവശ്യം കഴിഞ്ഞ് ഇനി നിന്നെ പിന്നെ കാണാം എന്ന് പറഞ്ഞ് മടക്കി അയക്കുന്ന ആളായിരുന്നില്ല. അതുകൊണ്ട് പ്രവർത്തകർക്ക് അദ്ദേഹത്തോട് ആ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഏത് കാട്ടിലും മലയിലും വെള്ളച്ചാട്ടത്തിലും അദ്ദേഹം ചെന്നാൽ 10 പേർ കൂടെ ചാടാനുള്ളത്. വളരെ ആളുകൾ അദ്ദേഹത്തെ കൂടെ നടന്ന് നിന്ദിക്കുകയും ഒപ്പം നിന്ന് പരിഹസിക്കുകയും പരമാവധി പണി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലൊന്നും അദ്ദേഹത്തിന് ഒരു പരാതിയുമില്ല. ഇവിടെ എഴുത്തറിയാവുന്ന കോൺഗ്രസ്സുകാരും എഴുത്തറിയാൻ വയ്യാത്തവരും പലരും ഇന്ദിരാഗാന്ധിയോട് കരുണാകരനെതിരെ എത്രയോ രൂക്ഷമായി ആരോപണങ്ങൾ ചമച്ച് ഉന്നയിച്ചിട്ടുണ്ട്. ഒരു വലിയ കമ്മ്യൂണിസ്റ്റുകാരനാണ് അന്ന് ശ്രീ കെ കരുണാകരൻ എന്ന ലീഡർക്ക് വേണ്ടി 2 മൊഴി ഇന്ദിരാഗാന്ധിയോട് സ്വകാര്യമായി പറഞ്ഞത്. അതെനിക്കറിയാം. കരുണാകരനെ പോലെ ഒരു ദൗത്യം നിറവേറ്റാൻ കഴിയുന്ന, ഉറച്ചു നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന, നെറി കാണിക്കാൻ കഴിയുന്ന മറ്റൊരാളെ ഇന്ദിരാജിക്ക് കേരളത്തിൽ കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് മാഡത്തെ അറിയിച്ചത് ഒരു കോൺഗ്രസ്സുകാരനല്ല, ഒരു മികച്ച കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. ഇന്ദിരാഗാന്ധി അതെന്നും മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. അതിൻ്റെ പൊളിറ്റിക്കൽ റിസൾട്ട് കരുണാകരൻ ഇന്ദിരാഗാന്ധിയിൽ നിന്ന് ലഭിച്ചിട്ടും ഉണ്ട്. പക്ഷെ മറ്റു പലരും കരുണാകരനെ സിഗരറ്റ് കുറ്റി പോലെ വലിച്ചെറിയാൻ ശ്രമിച്ചു. കോൺഗ്രസിനൊരു നല്ല പ്രഭാതം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഞാനിപ്പോഴും. ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുമാണ്. അത് മറ്റാരെയും ചൂണ്ടിയോ പരിഹസിച്ചോ ഒന്നും പറയുന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരും. അങ്ങനെയൊക്കെ മാറി തിരിഞ്ഞും കാര്യങ്ങൾ വരും. പക്ഷെ കരുണാകരൻ ആത്മസമർപ്പണം നടത്തിയ കോൺഗ്രസ് നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്മാരകമുണ്ടാക്കാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി 15 കൊല്ലമായി രാത്രിയും പകലും പണിയുകയാണ്. പക്ഷെ അവിടെ ഒരു കല്ല് പൊങ്ങിയില്ല. അദ്ദേഹം അന്തരിച്ചിട്ട് നിര്യാതനായിട്ട് 15 വർഷമായിരിക്കുകയാണ്. അതിൻ്റെ ശിലാസ്ഥാപനം നടത്തിയത് ഞങ്ങളൊക്കെ മനസ്സുകൊണ്ട് ബഹുമാനിക്കുന്ന, എന്നാൽ ചില കാര്യങ്ങളിൽ നീരസം അത് തിരിച്ചറിയിച്ചിട്ടുമുണ്ട്. വളരെ ബഹുമാന്യനായ, ഞങ്ങൾക്ക് മനസ്സിൽ ബഹുമാനമുള്ള ശ്രീ AK ആന്റണി അവർകളാണ്. KPCC ഒന്ന് മനസ്സ് വച്ചാൽ എങ്ങും പോയി മോഷ്ടിക്കേണ്ട. കെ കരുണാകരൻ്റെ സ്മാരകത്തിനെന്ന് പറഞ്ഞാൽ കേരളത്തിൽ പണം പിരിയും. പക്ഷെ അത് സംഘടിപ്പിച്ച് സ്വരൂപിച്ച് അത് ചെയ്യാൻ ആരെങ്കിലും വേണ്ടേ? ഒട്ടേറെ KPCC അധ്യക്ഷന്മാർ വന്നും പോയി, കാലവർഷം വന്ന് മടങ്ങുന്നത് പോലെ. കരുണാകരൻ്റെ സ്മാരകം ഉയരണം. ഉയർന്നില്ലെങ്കിൽ അതിനും പ്രത്യാഘാതങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ സ്മാരകം നല്ല മനസ്സോടെ ആരെയും വേദനിപ്പിക്കാതെ ഉയരാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമേ എനിക്ക് ചെയ്യാൻ കഴിയൂ. അത്രയും ചെയ്യുന്നു. ജനങ്ങളെ തിരിച്ചറിഞ്ഞ, അതായത് വികസനത്തിൻ്റെ നായകനായി മാറിയ നേതാവായിരുന്നു കെ കരുണാകരൻ.
നെടുമ്പാശ്ശേരി വിമാനത്താവളം ലോകത്തൊരിടത്തും അങ്ങനെ ഒരു ഭാവന ആർക്കും ഉണ്ടായിട്ടില്ല. ഒരു വിമാനത്താവളം ജനങ്ങളെ സംഘടിപ്പിച്ചുണ്ടാക്കാമെന്ന്. അത് ചെയ്യാൻ കരുണാകരന് സാധിച്ചു. അതുമാത്രമല്ല, ഗോശ്രീ പാലം, എറണാകുളത്തെ സ്റ്റേഡിയം, ഞാനങ്ങനെ പറഞ്ഞ് വഷളാകാൻ ഉദ്ദേശിച്ചില്ല. പക്ഷേ അതൊക്കെ എറണാകുളത്തെ നേതാക്കന്മാർ പറയേണ്ട കാര്യമാണ്. ഞാൻ അവരുടെ അധികാരത്തിൽ കയറി ഇടപെടുന്നില്ല. ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗ ദുർബല വിഭാഗങ്ങളുടെ സമുന്നതമായ മുന്നേറ്റം, അതിനൊക്കെ കരുണാകരൻ ചെയ്ത പ്രോജക്റ്റുകൾ ചെറുതല്ല. അങ്ങനെ നമ്മുടെ മുഖ്യമന്ത്രിമാരെല്ലാം അത്ഭുതകരങ്ങളായ കാര്യങ്ങൾ കേരളത്തിൽ ചെയ്തിട്ടുണ്ട്. ആരും മോശക്കാരല്ല. പക്ഷെ അതൊക്കെ ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കാൻ ആ പ്രസ്ഥാനത്തിന് കഴിയണ്ടേ? അതും വേണം. കോൺഗ്രസ് പ്രവർത്തകൻ ഒരുമിച്ച് സത്യസന്ധമായി ഒരുമിച്ച് ചേർന്നാൽ കേരളത്തിൽ കോൺഗ്രസിൻ്റെ ദുരിതകാലം അവസാനിക്കും. അതിന് നേതാക്കന്മാർ വഴിയൊടുക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ലേ ചെയ്യാൻ എന്നെപ്പോലുള്ളവർക്ക് സാധിക്കൂ. അത്രയും മാത്രം ഞാൻ ചെയ്യുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആലോചനകൾക്കിടയിലാണെങ്കിൽ പോലും കെ കരുണാകരൻ്റെ സ്മാരകം നിർമ്മാണം ഇനിയും താമസിക്കുന്നത് ബുദ്ധിപരമോ നല്ലതോ ആയിരിക്കില്ല. KPCC പ്രസിഡന്റ് സമയം കുറവാണെങ്കിൽ ഇത് ചെയ്യാൻ കഴിയുന്ന 1 or 2 പേരെ അതിൻ്റെ ചുമതല ഏൽപ്പിക്കണം. അത് KPCCയുടെ ഒരു പ്രോഗ്രാമായി തന്നെ നടക്കണം. അത് നടത്താൻ KPCCക്ക് സാധിക്കണം. പത്രസമ്മേളനം കൊണ്ട് കാര്യങ്ങൾ നടക്കില്ല. വിയർത്താലേ കാര്യങ്ങൾ നടക്കൂ. അതിന് ആരെയെങ്കിലും നിയോഗിക്കണമെന്ന് നിർദ്ദേശിക്കാനുള്ള പദവിയിലല്ല ഞാൻ, അപേക്ഷിക്കാനുള്ള അവസ്ഥയിലാണ്. അത് മാത്രം ചെയ്യുന്നു. ലീഡർ കേരളത്തിന് വേണ്ടി ചെയ്ത മഹത്തായ കാര്യങ്ങൾ മറക്കാൻ ജനങ്ങൾക്ക് സമയം കിട്ടില്ല. ജനങ്ങളത് ഓർമ്മിക്കും. മുസ്ലിം ലീഗ് കോൺഗ്രസ് വിട്ടുപോയ ഒരു ഘട്ടത്തിൽ, UDF വിട്ടുപോയ ഒരു ഘട്ടത്തിൽ ഒറ്റ രാത്രി കൊണ്ട് അത് തിരിച്ചു കൊണ്ടുവരാൻ കെ കരുണാകരന് സാധിച്ചു. മുസ്ലിം ലീഗ് എന്നും UDFൻ്റെ കേരളത്തിൻ്റെ ഒരു ശക്തിയാണ്. നമ്മോടൊപ്പം നിൽക്കുന്നവരുടെ മനസ്സ് മടിച്ചു പോകാൻ ഇടയാക്കരുത്. അവരെ മടുപ്പിക്കരുത്. നല്ല സഹവർത്തിത്വവും നല്ല സഹപ്രവർത്തകരുടെ സാന്നിധ്യവുമാണ് ഒരു പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നത്. അത് സംഭവിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ വാർത്താ മാധ്യമത്തിൻ്റെ ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്.